സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഗൈസ്, നമ്മളിന്ന് ചെറുതായിട്ടൊന്ന് ഒരു ഓഫ് റോഡ് പോകാൻ പോവാണ്. യെസ് ഗൈസ്, അതെ, നമ്മളങ്ങനെ പുതിയൊരു ഗെയിമായിട്ട് വന്നിരിക്കുകയാണ്. ഈ ഗെയിമിൻ്റെ പേരാണ് OTR ഓഫ് റോഡ് സിമുലേറ്റർ. സോ ഇതാണ് നമ്മുടെ വണ്ടി ഗൈസ്. ആദ്യം തന്നെ ഒരു ന്യൂബ് വണ്ടിയാണ് നമുക്ക് വന്നേക്കണേ, കുഴപ്പമില്ല. സോ നമുക്ക് ഈ ഗെയിം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ. സോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇതുപോലത്തെ ഇനിയും വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക. സോ നമുക്കൊന്ന് നമ്മുടെ വണ്ടി എടുത്തുനിന്ന് ഈ വേൾഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം ഗൈസ്. ഓക്കെ, നമ്മൾ വണ്ടിയിൽ വരുന്നുണ്ട്. പിന്നെ എന്താ ആരടാ ഹെലികോപ്റ്റർ കൂടെ കൊണ്ടിട്ട് ഇവിടെ കണ്ട കോയിനൊക്കെ കളക്ട് ചെയ്യാണ്ട് ഗൈസ്. ഈ വണ്ടി ഫുള്ള് ഡ്രിഫ്റ്റ് ആണല്ലോ, കൺട്രോൾ കിട്ടുന്നില്ല. ഇവിടെ ഇട്ട് എന്തോ നമുക്ക് മിഷൻ ഉണ്ട് ഗൈസ്, എന്താ നോക്കിയിട്ട് വരാം. ട്രാൻസ്പോർട്ടർ എന്ന് പറയുന്ന ഒരു മിഷൻ വന്നിട്ടുണ്ട്. സ്റ്റാർട്ട്. ട്രാൻസ്പോർട്ട് 20 സ്റ്റോൺ ഇൻ ടു ദ സർക്കിൾ. ഓക്കെ, നമ്മളവിടെ എന്തോ 20 സ്റ്റോൺ കളക്ട് ചെയ്തിട്ട് എവിടെ കൊണ്ട് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കത് എടുത്ത് നോക്കാം. ശരി പൊന്നി ഗൈസ്, ഈ വണ്ടി കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ്. വണ്ടി കയ്യിലേക്കില്ല ഗൈസ്, ഒടുക്കത്തെ ഡ്രിഫ്റ്റാണ്. നമുക്ക് ആരോട്ട് കാണിച്ചു തരുന്നുണ്ട് ഇങ്ങടെ പോകേണ്ടതെന്ന്. ശരി പൊന്നി, ഇത് ഇവിടെയായിരുന്നു. ഇത് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ ഗൈസ്? ഡ്രിഫ്റ്റാണ് ഈ വണ്ടി. ഓക്കെ, യു ഡെലിവേർഡ് സ്റ്റോൺ. നമ്മൾ ഇനി സ്റ്റോൺ കൊടുക്കണമെന്നുണ്ട്. ഗൈസ്, ഇതിൻ്റെ ഇൻറ്റീരിയർ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഇൻറ്റീരിയർ ഇട്ടുണ്ട്. ഇതാണ് ഈ വണ്ടീൻ്റെ ഇൻറ്റീരിയർ. കൊള്ളാം ഗൈസ്, കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇൻറ്റീരിയറാണ്. സോ നമുക്ക് അടുത്ത സ്റ്റോൺ അപ്പോൾ അടിയിൽ കണ്ട നിയർ ബൈ എന്ന് പറഞ്ഞിട്ട് എന്തോ കാണിക്കുന്നുണ്ട്. സോ ഈ പച്ച കളർ കാർഡ് നമ്മൾ എടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമ്മൾ വണ്ടിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഈ കാർഡിൻ്റെ അവിടെ പോകണമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നമ്മൾ കാർഡിൻ്റെ അവിടെ പിക്ക് ചെയ്തിട്ടുണ്ട്. ടാപ്പ് ടു ഷഫൽ, ചൂസ് എ കാർഡ്. സോ ഞാൻ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട്. എന്തോ റിപ്പയർ +4 എന്നുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് അൺലോക്ക് ചെയ്യാം, പക്ഷേ പൈസ കൊടുക്കണം. ഓക്കെ, സോ അതാണ് ഇതിൻ്റെ കാര്യം ഗൈസ്. ഓ, ഇതെന്തോ ജോയിൻ ദ VIP ക്ലബ്ബ്. ഇത് VIP ക്ലബിലേക്ക് ജോയിൻ ചെയ്യണതിനെ പറ്റിയാണ് ഇത് പറയുന്നത്. സോ അത് നമുക്ക് വേണ്ട. നമുക്കങ്ങനെ തിരിച്ച് വണ്ടിയിലേക്ക് പോകാം. വണ്ടി നമുക്ക് അങ്ങനെ മാർക്ക് ചെയ്ത് കാണിക്കും ഗൈസ് മാപ്പിൽ, കണ്ടോ. ആൻഡ് നമ്മുടെ ക്യാരക്ടറിൻ്റെ ആ ടോർച്ചൊക്കെ ഉണ്ട്. ആൻഡ് ഓടാൻ പറ്റും, ചാടാൻ പറ്റും, അങ്ങനെ പലതുണ്ട്. സോ നമുക്ക് വണ്ടി കയറാം. റേസിനൊക്കെ പോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ചെളി കൂടെ കുടിക്കുമ്പോൾ ഭയങ്കര റിസ്ക്കാണ് ഗൈസ്. വലിക്കില്ല വണ്ടി അങ്ങോട്ട്, എൻ്റെ തോന്നുന്നു ഗൈസ്. പിന്നെ സൈഡിലായിട്ട് എന്തോ റിപ്പയറിൻ്റെ സിമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. വണ്ടി റിപ്പയറിൻ്റെ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ എന്തായിട്ടുണ്ട് എക്സ്പ്ലനേറ്ററി മാർക്ക് കാണാണ്ട്. സോ നമുക്ക് അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം. ഞാൻ ചെറുതായിട്ട് വണ്ടി ഒന്ന് മരത്തിലിടിച്ച് ഇതപ്പോൾ വണ്ടീൻ്റെ പോലെ നോക്കിയേ. അപ്പോഴാണ് നമ്മൾ ഈ റിപ്പയർ എടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമുക്കിപ്പോൾ റിപ്പയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട് ഗൈസ്. വണ്ടിയൊക്കെ തകിട് പൊടിയുണ്ട്, എൻ്റെ മോനെ. ഇതായിട്ടൊരു ബീച്ചൊക്കെ ഉണ്ട്. ബീച്ചിൽ കൂടെ ഒക്കെ പറപ്പിക്കാം നമുക്ക്, ഒരു സീനില്ല. മരം പിടിച്ചിട്ട് കോയിനൊക്കെ കളക്ട് ചെയ്യണം തോന്നുന്നു എനിക്ക്. കോയിൻ കൊണ്ട് എന്തോ ഉപകാരമുണ്ട് ഗൈസ്. എന്തോ അപ്ഗ്രേഡൊക്കെ ചെയ്യുന്നുണ്ട്, വണ്ടിയൊക്കെ മാറ്റാനുണ്ട്. നമുക്ക് പരമാവധി കോയിനൊക്കെ എടുക്കാം. എല്ലാ കോയിനും എടുക്കാം. ഞാനെന്തോ റേസ് ഉണ്ടെന്നുണ്ട്, പറ്റുകയാണെങ്കിൽ നമുക്കൊരു റേസിന് പോയി നോക്കാം ഗൈസ്. എങ്ങനെയാണെന്ന് നോക്കാമല്ലോ. ഇവിടെ ആയിട്ട് എന്ത് ചാടിക്കാൻ സംഭവമുണ്ട്. ഇത് ചാടിച്ചാൽ അവിടെ വണ്ടി പൊട്ടുമോ എനിക്കറിഞ്ഞൂടെ. ഭയം പൊട്ടി ഗൈസ്. എൻ്റെ പൊന്ന്, ഒടുക്കത്തെ ഡ്രിഫ്റ്റാണ് ഗൈസ്. ജാമ്പുവാൻ്റെ കാലത്തെ വണ്ടിയാണ്, എന്നാലും ഒടുക്കത്തെ ഡ്രിഫ്റ്റാണ് എൻ്റെ മോനെ. ഓക്കെ, നമുക്കൊരു ഓഫ് റോഡ് അങ്ങ് പോയി മതി. എൻ്റെ മോനെ, കൺട്രോൾ കിട്ടില്ല ഗൈസ്. എവിടെയെങ്കിലും ഇടിച്ചാൽ തീർന്നതാണ് എനിക്ക് തോന്നണേ. അമ്പോവാ, എന്താണ് എൻജിൻ ഉണ്ടാവും ഗൈസ്. ഞാൻ റിപ്പയർ കൊടുത്തിട്ടുണ്ട്.
ആ ഗൈസ് വണ്ടി റിപ്പയർ ചെയ്താൽ സെറ്റ് ആയിട്ട് ഇവിടെ. ഞാൻ വീണ്ടും കൊണ്ടിടിച്ച് നശിപ്പിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. നമുക്ക് ഈ കോയിനൊക്കെ കളക്ട് ചെയ്തുകൊണ്ടെങ്കിൽ പോവാം. എൻ്റെ പൊന്നി ഈ കൺട്രോൾ ചെയ്യാൻ നല്ല പാടാണ്. ഇതിനൊക്കെ എന്താ ഇത്ര ഡ്രിഫ്റ്റ്? എൻ്റെ പൊന്നി എന്തോ റാങ്കപ്പ്, മിസ്റ്ററി റാങ്കപ്പ് 16,000 കോയിനാണ്. അത് നമുക്ക് കിട്ടിയതാണോ? അതെ ഗൈസ് 18,000 നമുക്ക് കോയിൻ. എൻ്റെ പൊന്നി വണ്ടി എങ്ങനെ കൺട്രോൾ ചെയ്യണം? കൺട്രോൾ ചെയ്യാൻ നല്ല പാടാണ്. എൻ്റെ മോനെ നമുക്ക് മെല്ലെ ഓടിച്ചു പോകേണ്ടി വരും. വണ്ടി കൺട്രോൾ കിട്ടുന്നുണ്ട്. കോയിനൊക്കെ കളക്ട് ചെയ്യാം. ഇല്ല എൻ്റെ പിന്നെ പ്ലെയിൻ അടിച്ച്. ഡ്രിഫ്റ്റ് എൻ്റെ മോനെ. ഒക്കെ അവിടെയായിട്ട് എന്തോ കപ്പിൻ്റെ സിമ്പിൾ, കുറേ കപ്പിൻ്റെ സിമ്പിൾ കാണിക്കുന്നുണ്ട്. ഈവൺ അതൊക്കെ റേസ് ആണെന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ ഏതെങ്കിലും റേസ് എടുത്ത് നോക്കാം. പാത്ത് ഫൈൻഡർ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ഇതുണ്ട്. നമുക്ക് സ്റ്റാർട്ട് കൊടുത്ത് നോക്കാം. ഫോളോ ദ ഗ്രീൻ ആരോ ഫൈൻഡ് ഓൾ ചെക്ക് പോയിന്റ്സ്. നമ്മളോട് ചെക്ക് പോയിന്റ് ഒക്കെ ഈ ഗ്രീൻ ആരോ ഫോളോ ചെയ്ത് കണ്ടുപിടിക്കാനുണ്ട്. സോ നമുക്ക് കണ്ടുപിടിക്കാം. ഇതൊക്കെ കയറി വണ്ടി. എൻ്റെ പൊന്ന് ഗൈസ്, എൻ്റെ പൊന്നി മറഞ്ഞ്. നേരെ ഗൈസ് റിപ്പയർ ചെയ്യണമെന്നാണ് പറയുക. ഓക്കെ റിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് കയറ്റാൻ പറ്റുമോ? ഇത് കയറില്ല ഗൈസ്, നമുക്ക് വേറെ വല്ല വഴി പോകേണ്ടി വരും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ പാത്ത് ഫൈൻഡ് ചെയ്ത് ഈ മലേൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നമ്മൾ ആ ചെക്ക് പോയിന്റ്സ് ഒക്കെ എടുക്കണമെന്നാണ്. ചെക്ക് പോയിന്റ്സ് ഒക്കെ ഒന്ന് എടുക്കാം. ഓക്കെ, ആദ്യത്തെ ചെക്ക് പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ആരോ മറക്കി കൊടുത്ത് നമുക്ക് പോവാം. അതിൻ്റെ മണ്ടയിലാണോ? ഓഫ് റോഡ് പിടിക്കേണ്ടി വരും. അത്യാവശ്യം നല്ലൊരു ഗെയിമാണ് ഗൈസ്. അത്യാവശ്യം മിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാണ്ട്. മൾട്ടിപ്ലെയർ കളിക്കുമ്പോൾ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. അമ്പോ മരത്ത് പിടിക്കും. അങ്ങനെ നമ്മൾ കൊക്കേന്താ വീണ്ടും വഴിയിലെത്തിണ്ട്. പക്ഷെ ചെക്ക് പോയിന്റ് എങ്ങനെ എടുക്കാന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലാവില്ല. ഈ വണ്ടിക്ക് ഇത് കയറാനും പറ്റില്ല ഗൈസ്. അയ്യോ വീണു നോക്കിയ പോലെ എന്താണ്. ഭയം പോയില്ല. ഭയങ്കര ഡ്രിഫ്റ്റാണ് ഗൈസ് വണ്ടി. പിടിച്ചാൽ കിട്ടില്ല. അതാണ് നോക്കാം. ഇതെങ്കിലും കയറുമോ ഗൈസ്? ഇതുപോലും മര്യാദയ്ക്ക് കയറുന്നില്ല ഗൈസ്. ഭാഗ്യം ഇങ്ങനെയൊക്കെ കയറുന്നുണ്ട്. ഇവിടെ എവിടെയാണ് ചെക്ക് പോയിന്റ് അടുത്തെത്തിയതാണ് എനിക്ക് തോന്നണേ. ഇവിടെ ചെക്ക് പോയിന്റ് റോഡ് ക്ലോസ്ഡ്. പൊന്നി ഡ്രിഫ്റ്റ്. ചെക്ക് പോയിന്റ് കിട്ടി ഗൈസ്. പക്ഷെ വീണ്ടും താഴത്തേക്ക് പോവല്ലേ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ചെക്ക് പോയിന്റ് എങ്ങനെയാണ് എടുക്കട്ടെ. ഗൈസ് അടുത്ത ചെക്ക് പോയിന്റ് താഴത്താണ്. പിന്നെ നോക്കുക. അയ്യോ വണ്ടി ആകെ പൊളിഞ്ഞു ഗൈസ്. ഈ കത്താനേ ബാക്കിയുള്ളൂ. ഓക്കെ ഗൈസ് അടുത്ത ചെക്ക് പോയിന്റ്. ഇനി അടുത്ത ചെക്ക് പോയിന്റ് അതിനും താഴ്ത്തു. എന്ത് പരിപാടി? എൻ്റെ വണ്ടി. വണ്ടി ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് ഇറക്കിണ്ട്. അടുത്ത ചെക്ക് പോയിന്റ് അപ്പുറത്ത്. കത്തി റിപ്പയർ. കത്തി കഴിഞ്ഞാൽ അപ്പം റിപ്പയർ ചെയ്യണം ഗൈസ്. ഇല്ലെങ്കിൽ വണ്ടി നമ്മളും കത്തി. ഓക്കെ കോയിൻ എടുത്തോ, ഡ്രിഫ്റ്റ് ചെയ്തോ. ചെക്ക് പോയിന്റ്. ഇതിൻ്റെ ഡ്രിഫ്റ്റ് ഗൈസ്, ഇതാണ് കുഴപ്പം. വണ്ടിക്കൊക്കെ എന്തിനാണ് ഇത്ര ഡ്രിഫ്റ്റ് കൂട്ടിയിട്ട്? അടുത്ത ചെക്ക് പോയിന്റ് മണ്ടയിൽ. പാളി ഗൈസ്. വഴി കണ്ടുപിടിക്കണം. അല്ല, ഈ വഴി നമുക്ക് കുറുക്ക് വഴി പോകാൻ പറ്റുമോ നോക്കിയിട്ട് വരാം ഗൈസ്. ഡ്രിഫ്റ്റ് ആകുമ്പോൾ ചെറിയ ലാഗാവും. അത് വീഡിയോ ഇതാക്കണമുണ്ടാകും. ഈ
ഈ മല പോലെ ഈ വണ്ടി കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. കാണിച്ചുതരാം. കണ്ടോ ഗൈസ്, ഈ മല കയറില്ല. നമ്മളിനി വേറെ വഴി കണ്ടുപിടിക്കാം. ഓക്കെ, വേറെ വഴി കണ്ടുപിടിക്കാം. അയ്യോ, ഞാൻ പറഞ്ഞില്ല എൻ്റെ ഡ്രിഫ്റ്റ് ഭയങ്കര കുഴപ്പമാണ്. ഗ്രാഫിക്സ് കുഴപ്പമില്ലാട്ടോ ഗൈസ്, ഗ്രാഫിക്സ് അത്യാവശ്യം അടിപൊളി ഗ്രാഫിക്സ് ആണ്. നമ്മളിനി മല എങ്ങനെ കയറും നോക്കിയാണ്. മല എങ്ങനെയെങ്കിലും കയറണം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ വഴി കയറാൻ പറ്റും. ഓക്കെ, ഈ വഴി കയറാൻ പറ്റും ഗൈസ്. ഓഫ് റോഡ് വഴി ഇങ്ങനെ പോവാം. എൻ്റെ പൊന്നെ, ഇവിടെ എത്താൻ പെട്ടൊരു പാട്. ഡ്രിഫ്റ്റായി പോവല്ലേ നീ. എൻ്റെ പൊന്നെ, ഇവിടെ നിറച്ചു കോയിൻസ്. ഇവിടെ ആയിട്ട് എന്തോ കാർഡ് ഉണ്ട്, അത് നമുക്ക് എടുക്കാം. ഓക്കെ, നമുക്ക് കാർഡ് എടുത്തിട്ട് വരാം. നമുക്ക് ഷഫൽ ചെയ്യാം. ഓക്കെ, കോയിൻസ് കിട്ടി. ഓക്കെ ഗൈസ്, അങ്ങനെ നമുക്ക് ആ കാർഡിൽ നിന്ന് കോയിൻസ് കിട്ടിയിട്ടുണ്ട്. ഇനിയും വീണ്ടും ചെക്ക് പോയിന്റ് ഉണ്ടോ? എൻ്റെ പൊന്നി ഇതെപ്പോഴാണ് കഴിയുക ഗൈസ്? എൻ്റെ പൊന്നി, വെള്ളത്തിൽ കൂടെ പോകേണ്ടി വരും നമുക്ക്. ചെക്ക് പോയിന്റ് എടുക്കാം. അടുത്ത ചെക്ക് പോയിന്റ് ഇനിയും പോകണം, ആ കരയിലാന്നുണ്ട്. ഓക്കെ, പക്ഷെ എൻ്റെ പൊന്നെ അത്ര ദൂരത്ത്. പക്ഷേ ഈ വണ്ടിക്കാണെങ്കിൽ ഒരു മീഡിയം മലയ്ക്ക് കയറാൻ പറ്റുള്ളൂ. ഇത് കയറാൻ പറ്റുന്നുണ്ട്. യെസ്, ഓക്കെ ഗൈസ്, കംപ്ലീറ്റ് ആയി. കംപ്ലീറ്റ് ആയി ഗൈസ്. 7 ചെക്ക് പോയിന്റ് ഉണ്ടായിരുന്നു. 7 ചെക്ക് പോയിന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് ഗോ. അത്രേ ഉള്ളൂ ഗൈസ്. നമ്മളങ്ങനെ ആ മിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം അടിപൊളി മിഷനായിരുന്നു. നമുക്ക് ഇനി ഏരിയ ഒക്കെ ഒന്ന് പോയേക്കാം. ഇവിടെ ഒരു ഓഫ് റോഡ് വഴി ഉണ്ടല്ലോ, ഇവിടെ കിടക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഈ വഴി പോവാം. കുറേ മിഷൻസ് ഉണ്ട് ഗൈസ്, കുറേ മിഷൻ ഉണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ. അത്യാവശ്യം ഒരു മീഡിയം മാപ്പും ഉണ്ട്. കത്തി ഇങ്ങനെ ഇടിച്ച് കത്തിക്കഴിഞ്ഞാൽ നമ്മളപ്പം റിപ്പയർ ചെയ്യണം ഗൈസ്. അല്ലെങ്കിൽ വണ്ടി കത്തി ലാസ്റ്റ് നമ്മൾ മരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ്, നല്ല ഏരിയ. ഗൈസ്, ഇവിടെ ഒരു റാമ്പ് ഉണ്ട്, നമുക്ക് നൈസായിട്ട് ചാടിച്ചിട്ട് വരാം. എൻ്റെ പൊന്നെ, എവിടൊക്കെയോ തിരിയുണ്ട് ഗൈസ് കൂടി. നമുക്ക് എന്തായാലും ആ റാമ്പും ചാടിക്കാൻ പറ്റാൻ നോക്കിയില്ല. ഈ റാമ്പ് നമ്മൾ ചാടിച്ചാണെന്ന് തോന്നുന്നു. എന്തുകൊണ്ട് ചാടിക്കാം. ലെറ്റ്സ് ഗോ. എൻ്റെ പൊന്നി, വെള്ളത്തിൻ്റെ അത്രയ്ക്ക് അടിയിക്കൊന്നും പോകാൻ പറ്റില്ല എന്നുണ്ട് ഗൈസ്. എഞ്ചിനിൽ വെള്ളം കയറി വണ്ടി ഓഫ് ആവുന്നതാണ് എനിക്ക് കാണാൻ. ആൻഡ് ഈ ഗെയിമിൽ നമുക്ക് ബോട്ടും ഹെലികോപ്റ്ററൊക്കെ ഓടിക്കാൻ പറ്റും ഗൈസ്, പക്ഷെ അതൊക്കെ അൺലോക്ക് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്തായാലും 21,000 കോയിനായിട്ടുണ്ട്. സോ നമുക്ക് വല്ല വണ്ടി മേടിക്കാൻ പറ്റുമോ നോക്കണം. കൺട്രോൾ ഭയങ്കര പാടാണ്. മരം കണ്ടില്ല.
ഇങ്ങനെയല്ലേ നമ്മൾ പോയത്. പിന്നെ ചെളി 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 ചെളിയൊക്കെ ആണ് കണ്ടത് ഗൈസ്. അതാണ് നമുക്ക് ഈ വഴി ഒന്ന് നേരെ ബോക്സൊക്കെ അടിച്ച് കൊടുത്തിട്ട് ചടന്ന്. അയ്യോ കത്തി ഗൈസ്, കത്തി കത്തി. ഇവിടെ തന്നെ വീണ്ടും എത്തി. ഇറങ്ങടേ ഗൈസ്, ഇതിവിടെ പെട്ടു എന്ന് തോന്നുന്നു. ഗൈസ് വണ്ടി പെട്ട് ഗൈസ്. നമുക്കങ്ങനെ ഒരു റേസ് കിട്ടിയിട്ടുണ്ട് ഇവിടെ. സോ ഇതാണ് ആ റേസ്. ഇതിൽ നോവീസ്, സീനിയർ, മാസ്റ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. സോ ഞാനിത്തെ നോവീസ് അങ്ങനെ സെലക്ട് ചെയ്യാം, കാരണം നമ്മൾ ആദ്യമായിട്ടാണല്ലോ റേസ് ഉള്ളത്. ഓക്കെ, റേസ് ഇവിടെ തുടങ്ങിയിട്ട് 3, 2, 1. സോ നമ്മൾ ഫസ്റ്റ് അടിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇവിടെ എൻ്റെ പോലത്തെ ഒരു വണ്ടിയുണ്ട്, പിന്നെ വേറെ ഏതോ ഒരു വണ്ടിയുണ്ട്. ഇവരൊക്കെ ചുമ്മാ പറപ്പിക്കാണല്ലോ. ഓക്കെ, നമ്മൾ ഈ ചെക്ക് പോയിന്റ് ഒക്കെ കളക്ട് ചെയ്തിട്ട് പോകണം. അത് തന്നെയാണ് കളി. ഉമ്മാരൊക്കെ വമ്പൻ സ്പീഡിലോട്ടാണ് പോകണം ഉമ്മാരുടെ. ഓക്കെ, നമുക്ക് ആ ഏരോ കാണിച്ചു തന്നിട്ട്. പക്ഷെ എൻ്റെ പൊന്നി പക്ഷെ ഒന്നാമത് ഈ വണ്ടിക്ക് കൺട്രോൾ എൻ്റെ ഉമ്മാരിങ്ങനെ ഇടിച്ചു കഴിഞ്ഞു. പക്ഷെ എൻ്റെ പൊന്നി പൊന്നിയുടെ ആകെ അടങ്ങിയിരിക്കണേ. പക്ഷെ നമ്മുടെ വണ്ടിയാണ് പറ്റിയത്. അടിപൊളി. റിപ്പയർ കഴിയാറായിട്ടാ, 2 റിപ്പയറും കൂടി ഉള്ളൂ. ഉമ്മാർ ഇടിച്ചിടിച്ച് എൻ്റെ വണ്ടിയിൽ പണി കഴിക്കുന്നതാണ് എനിക്കാണ്. അടുത്ത ചെക്ക് പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഗൈസ് നമ്മളാണ് ഫസ്റ്റ്. ഇപ്പോൾ അത് അല്ല, നമ്മൾ സെക്കൻഡാണ്, മറ്റവൻ തേർഡ്. മറയില്ല മറന്നു. ഫ്രീ ആയിട്ട് നേരെ ഉണ്ട്. പക്ഷെ അവൻ മുമ്പേ കയറി ഗൈസ്. നമ്മളിപ്പോൾ തേർഡാണ്. പണി പാളി. വണ്ടിയാണെങ്കിൽ കയറില്ല. ഓക്കെ, അവൻ പറപ്പിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ വണ്ടി ചെറുതായിട്ടൊന്നും അവിടെ മറിഞ്ഞപ്പോഴേക്കും അങ്ങ് ഫസ്റ്റ് അടിക്കാൻ വേണ്ടി അങ്ങ് പറപ്പിച്ച് പോകുന്നുണ്ട്. ഈ ചെക്ക് പോയിന്റ് നമ്മൾ എടുക്കണമെന്ന്. പക്ഷേ ഒരു ചെക്ക് പോയിന്റ് പോലും മിസ് ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ തേടാണ് ഗൈസ്. നമുക്ക് ജയിക്കാൻ പറ്റും തോന്നുന്നില്ല. നമുക്ക് നോക്കാം. ഓക്കെ, അവന്മാർ ഈ വഴി പോയിട്ടുണ്ട്. എന്തൊരു ടൈമുണ്ട് ഗൈസ്. 1 മണിക്കൂർ അല്ല, 1 മിനിറ്റ് 50 സെക്കൻഡ് എന്തോ മുകളിൽ ടൈം നടക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ തോറ്റു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ്, നമ്മൾ തോറ്റു. അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കണം. സോ അടുത്തത് ഏത് ഗെയിമാണെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യുക. ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.